ഏഷ്യനെറ്റ് പരമ്പര യുദ്ധം ഫലം കണ്ടു. ഉളിക്കൽ മണിക്കടവ് ആനപ്പാറയിലെ കാട്ടാന ശല്യത്തിന് താൽക്കാലിക പരിഹാരം. ശ്രീവേഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മണിക്കടവ് ആനപ്പാറ മേഖലയിൽ കാട്ടാനശല്യം നിരന്തരം ദിനംപ്രതി കാട്ടാനശല്യം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഫെൻസിംഗ് വേലി ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യനെറ്റ് പരമ്പര യുദ്ധം, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള യുദ്ധം പരമ്പരയിൽ ഇവരുടെ ദുരിതം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ താൽക്കാലിക ഒരു പരിഹാരം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, ഇതൊരു താൽക്കാലിക പരിഹാരമാണ്. ഇത് ഏകദേശം എത്ര മീറ്ററോളമാണ് ഇപ്പോൾ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്? നിലവിൽ 700 മീറ്ററോളമാണ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 300 മീറ്ററോളം ബാക്കി കിടപ്പുണ്ട്. അത് പുഴയുടെ തൊട്ടപ്പുറത്തുള്ള കർണാടക ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ്, പിടിയേക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കൂടെ പൂർണ്ണമായി ചെയ്താൽ മാത്രമാണ് നമുക്കിതിനെ തീർത്തും നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും എനിക്ക് തോന്നുന്നു യുദ്ധം എന്ന പരമ്പരയിലൂടെ നമ്മുടെ ആനപ്പാറ, മണിക്കടവ് ആനപ്പാറയിലെ ആന വിഷയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിച്ചതിന് ഒത്തിരിയേറെ നന്ദി ആദ്യമേ തന്നെ ഏഷ്യനെറ്റിനോട് അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ദിവസങ്ങളിൽ, ഈ 3-4 ദിവസങ്ങളായിട്ട് ആന പറമ്പുകളിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നതിലുപരി ആളുകളുടെ ജീവന് ഭീഷണിയായിപ്പോയി. നമുക്കറിയാം, പ്രസാദ് എലവഞ്ചാലിൽ മിനിഞ്ഞാന്ന് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് 11:30 തിരിച്ച് വീടിൻ്റെ മുമ്പിൽ വരുമ്പോൾ റോട്ടിൽ അപചാരിതമായി ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. 2 ആന ഒരു വലിയ കൊമ്പനാനയുടെ മുമ്പിലാണ്. സാറ് പെട്ടെന്ന് വണ്ടി തിരിച്ച് വീട്ടിലോട്ട് എടുക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുക എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ദൈവാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിന് മുമ്പിലത്തെ ദിവസവും ഒരു കാറുകാർ, ശാന്തിനഗറിൽ നിന്ന് രാത്രി വന്ന കാറുകാരൻ ആനയുടെ മുമ്പിൽ പെടുകയുണ്ടായി. അവനും അവൻ്റെ ധൈര്യം കൊണ്ട് വണ്ടി തിരിച്ചെടുത്ത് വേറെ വഴിക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പ്രസിഡൻ്റ് അടക്കം ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ജനകീയമായി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ആനയിൽ നിന്ന്, കാരണം വഴിയിലാണ് ഇപ്പോൾ ദിവസങ്ങളായിട്ട് ആനയുടെ എല്ലാ ദിവസവും രാത്രിയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചതിന് ശേഷം ആനകൾ മണിക്കൂറുകളോളം റോഡിൽ, അതായത് ഇവിടെ കാഞ്ഞിരക്കൊല്ലി ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അതിലേക്ക് പോകുന്ന ഒത്തിരിയേറെ വണ്ടികൾ പോകുന്ന, മനുഷ്യർ യാത്ര ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ ആ റോട്ടിൽ നിൽക്കുമ്പോൾ പലരുടെയും ജീവന് ഭീഷണിയായിട്ട് ഞങ്ങൾക്ക് തന്നെ ഇനി ഒരു മരണം സംഭവിക്കുമെന്നുള്ള അവസാന നിമിഷത്തിലോട്ട് എത്തിയപ്പോഴാണ് എങ്ങനെയെങ്കിലും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുക. ഇതിന് നമുക്ക് ടെൻഡർ വെച്ചു, നിലവിലുള്ള പൈസ അടച്ചതിന് ടെൻഡർ വെച്ചു എന്നൊക്കെ ഫോറസ്റ്റുകാർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ നടപടികളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ നമുക്കറിയാം 4-ാം തീയതി പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ പോലും പിന്നെ മഴക്കാലമായി. അപ്പോൾ ഇവർ പിന്നെയും ഉദ്യോഗസ്ഥർ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് നീട്ടിക്കൊണ്ട് പോകുക എന്ന് നമുക്കറിയില്ല. അപ്പം ഞങ്ങൾ പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തി, ഇനി ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം വേണം, ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ പോലും താൽക്കാലികമായ ഒരു പരിഹാരം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫോറസ്റ്റുകാരോട് ആലോചിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിലവിൽ പഴയ കമ്പികളും പോസ്റ്റുകളും ഒക്കെ അടക്കമുള്ള പാനൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിവിടെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ കുറവുള്ളത് ഒരു ബാറ്ററിയായിരുന്നു. ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിന് നല്ല വിലയുണ്ട്, 10-13,000 രൂപയുടെ സാധനമാണ്. അപ്പോൾ പ്രസിഡന്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തി, ഇത്രയൊരു ഭീകരമായ അന്തരീക്ഷം റോട്ടിൽ തന്നെ കണ്ടപ്പോൾ, ആന വന്നു റോട്ടിൽ നിന്ന് നിൽക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ പ്രസിഡന്റ് പെട്ടെന്ന് പറഞ്ഞു, പ്രസിഡന്റ് തന്നെ നമുക്കത് പരിഹാരം ഉണ്ടാക്കാം, ബാറ്ററി ഞാൻ മേടിച്ച് തന്നോളാം എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീ PC ഷാജി അതിനുള്ള ഫണ്ട് അനുവദിച്ച് തരാമെന്ന് പറയുകയും, എനിക്കൊന്ന് അദ്ദേഹം കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടാണെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് ബാറ്ററി അന്നേരം തന്നെ മേടിച്ച് തരാനുള്ള തീരുമാനമെടുക്കുകയും അന്ന് തന്നെ ഫോറസ്റ്റിലെ പ്രത്യേകിച്ച് ബാലൻ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2 ദിവസം കഷ്ടപ്പെട്ട്, എനിക്ക് പയ്യാവൂർ പഞ്ചായത്തിൽ പഴകിക്കിടന്ന പോസ്റ്റുകളൊക്കെ അത് പറിച്ചുകൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളും കൂടെ കൂടി പോയി പറിച്ചുകൊണ്ടുവന്ന കമ്പിയും പോസ്റ്റുകളും ഒക്കെ പറിച്ചുകൊണ്ടുവന്ന് 2 ദിവസം കൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ പൂർത്തീകരിച്ചത് സ്വിച്ച് ഓൺ കർമ്മം താൽക്കാലികമായിട്ട്, നമുക്കറിയാം സ്ഥിരമല്ല, കമ്പികളൊന്നും ബലമുള്ളതല്ല, താൽക്കാലികമായിട്ട് മാത്രമാണ്. ഒരു 1-2 മാസത്തേന് തൽക്കാലം ആനയുടെ ശല്യം തടയുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നിലവിൽ നമുക്ക് പുതിയ ഫെൻസിങ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് ആനയുടെ ശല്യം തടയാൻ ഇത് പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, അത് എങ്ങനെയായിരുന്നു സംഭവം? താൽക്കാലികമായിട്ടൊരു പരിഹാരം വന്നിരിക്കുകയാണ്, ഏകദേശം ഒരു ആശ്വാസം ഏകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഇത്. അതെ, തീർച്ചയായും. അതെ. എങ്ങനെ നമ്മൾ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി, അതിൻ്റെ തലേദിവസം രാത്രി നമ്മുടെ ഈ ആനപ്പാറ കുറച്ച് മുകളിലേക്കുള്ള മുണ്ടയ്ക്കൽ ജോസ് എന്ന് പറയുന്ന ആളുടെ പറമ്പിലും, അതുപോലെ ബുധമനമൂഴി വത്സമ്മ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരുടെയൊക്കെ വീട്ടുമുറ്റത്ത് അടുക്കള വശത്തൊക്കെ നിൽക്കുന്ന വാഴക്കൂട്ടവും പിന്നെ കളറുള്ള മുളയൊക്കെ ചവിട്ടി പൊട്ടിച്ച് വാഴയെല്ലാം ചവിട്ടി നശിപ്പിച്ച്
കപ്പ ഇട്ടതൊക്കെ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അതെല്ലാം കൂടെ അടക്കം തട്ടി നിരത്തി അതിൻ്റെ അത് കിടന്ന് ഉരുണ്ട് വരണ്ടിട്ടാണ് പോയത്. ആരും അറിഞ്ഞില്ല, കാരണം പുലർച്ചെ 2:30-3 മണി സമയത്താണ്, നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഇവിടെ റോഡിൽ ഇങ്ങനെ ഒരിക്കലും ആന കയറിയിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഈ ഭാഗത്ത്. ആദ്യമായിട്ടാണ് സംഭവം. ഞാനൊരു 11 മണിയോടെ എനിക്ക് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു ടൗണിൽ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പം അന്ന് പിന്നെ ദൈവാനുഗ്രഹത്താൽ കാറാണ് എടുത്തിരുന്നു മഴയുള്ളതുകൊണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ട. ബൈക്കാണ് ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തേനെ. ഞാൻ വരുമ്പോൾ കൃത്യം വീട് തിരിയുന്നതിന് തൊട്ട് മുൻപിലായിട്ട് ഈ 2 ആനകൾ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് വാഴ പിടിച്ച് റോഡിലേക്ക് ഇട്ട് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും പെട്ടെന്ന് പേടിച്ച് പോയി, കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ആന റോഡിൽ. എന്താണേലും ആളുകളെല്ലാം ഉറങ്ങി. ഞാൻ നോക്കുമ്പോൾ എല്ലാ വീടുകളിലെ ലൈറ്റുകളൊക്കെ ഓഫായി, കാരണം മഴയുള്ള ദിവസം അവന് നേരത്തെ കിടന്നു. ഞാൻ അപ്പം നീട്ടിയൊന്ന് ഓണടിച്ചു, എല്ലാവരും എണീക്കട്ടെ ആന റോഡിലുണ്ടല്ലോ. അപ്പം ഓണടിച്ചപ്പോൾ ഇത് പെട്ടെന്ന് ഈ വലിയ കൊമ്പൻ തുമ്പുകൈ ഉയർത്തി ചിഹ്നം വിളിച്ചു. ഞാൻ പെട്ടെന്ന് അത് ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ച് വീട്ടിലേക്ക് കയറ്റി. ഞാൻ ചാടി വണ്ടിയെന്ന് ഇറങ്ങി. എൻ്റെ പുറകെ ആനയുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇല്ല, റോഡിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ എണീറ്റു. എല്ലാവരോടും റോഡിലേക്ക് വരരുതെന്ന് അവിടെ നിന്നോട് തന്നെ പറഞ്ഞ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പുണ്ട്, അതിനകത്തൊക്കെ ഇട്ട് മെസ്സേജ് റോഡിൽ നിൽപ്പുണ്ട്, അപകടമാണെന്ന് പറഞ്ഞ്. പിന്നെ ആളുകളെല്ലാം കൂടെ വന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഓടിച്ചു. മെമ്പറെ വിളിച്ചു പറഞ്ഞു. അന്നേരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെമ്പറെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അവരും വന്നു. അങ്ങനെ ആനയെ അന്ന് ഓടിക്കുകയായത്. പിന്നെ അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു 2:30-3 മണി വരെയോളം അതിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പടക്കംപൊട്ടിയിൽ അക്കരെ ഫോറസ്റ്റുകാർ, കർണാടക ഫോറസ്റ്റുകാരാണേലും അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് 2:30-3 മണി സമയത്തൊക്കെ ശല്യം ഉണ്ടായിരുന്നു അവരും പറഞ്ഞത്. അപ്പോൾ പിറ്റേ ദിവസം പിന്നെ പെട്ടെന്ന് മെമ്പർ പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റ് വന്നു, പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നു. ഇതിനൊരു പെട്ടെന്നൊരു താൽക്കാലിക പരിഹാരം വേണമല്ലോ, കാരണം ജീവന് ഭീഷണി എന്ന് പറഞ്ഞാൽ സ്വത്തിന് ഭീഷണിയുള്ള പോലെയല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ, എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ള ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സാധനമുണ്ട് ഈ മതിലേരി തൊട്ട് കാഞ്ഞിരക്കുല്ലി ഭാഗത്ത് ഹാങ്ങിങ് ഫെൻസിങ് ചെയ്തപ്പോൾ ഈ സ്റ്റാൻഡിങ് ഫെൻസിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടപ്പുണ്ട്. അത് ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞ് നാട്ടുകാരോട് കൂടുവാണെങ്കിൽ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഫോർമാലിറ്റീസാണ്, 5-6 മാസമൊക്കെ എടുക്കും. പക്ഷേ ഇത് അവരിങ്ങനെ ഇത്ര താല്പര്യം കാണിച്ചപ്പോൾ നാട്ടുകാർ അതിനേക്കാളും താല്പര്യത്തോടെ തന്നെ നിന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ പുള്ളി ബാറ്ററിയുടെ ഒരു കുറവാണ് പറഞ്ഞത്. അപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഷാജാറിന് അന്നേരം തന്നെ അതിനുള്ള ഫണ്ട് ഓഫർ ചെയ്തു. പെട്ടെന്ന് തീരുമാനമായി. പിറ്റേ ദിവസം തന്നെ പിന്നെ പൊതുജനങ്ങളും ആളുകളും നമ്മുടെ ഈ നാട്ടിലുള്ളവരും പിന്നെ തൊഴിലുറപ്പുകാരൊക്കെ വന്നു തോന്നല്ല, അങ്ങനെ എല്ലാവരും കൂടെ കൂടി കാടെല്ലാം തെളിച്ച് ഫെൻസിങ്ങിനുള്ള ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു. ഫോറസ്റ്റുകാർ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് ബാക്കി നാട്ടുകാരോട് പോയി നമ്മൾ ഇത് അങ്ങ് മതിലേരി തട്ടിൽ പോയിട്ട് പുഴുവാണ്, മൊത്തം പുഴുവാണ് അവിടെ. എന്നാലും നമ്മളതെല്ലാം സഹിച്ച് ഇത് കമ്പിയെല്ലാം വലിച്ചു പറിച്ച്. പക്ഷേ പ്രശ്നം ജാൻസി പറഞ്ഞ പോലെ തന്നെ കമ്പിയൊന്നും അത്ര പെർമനൻ്റ് ആയിട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല, കാരണം മണ്ണിലൊക്കെ കടന്ന് വലിച്ചെടുത്തതാണ്, പിന്നെ ജോയിൻ്റ് ചെയ്തതൊക്കെയാണ്. എന്നാലും തൽക്കാലം നമുക്കൊരു പരിഹാരമാണ്, താൽക്കാലിക ആശ്വാസം. ഇന്നലെ അക്കരയിൽ നിന്ന് കാർച്ച കേട്ടു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരുന്നു, ഇത് അന്ന് തൊടുവാണെങ്കിൽ ഇതിൻ്റെ ഒരു കാർച്ച കേൾക്കാമെന്നൊക്കെ ഓർത്തിരുന്നെങ്കിലും വന്നില്ല, ഇങ്ങോട്ട് വന്ന് കണ്ടില്ല, പറമ്പിലൊന്നും ഇറങ്ങിയിട്ടില്ല ആരുടെയും. ഇനി വരാതിരിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ആനപ്പാറയിൽ താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ആനപ്പേടിയിൽ നിന്ന് ആനപ്പാറയ്ക്ക് ഒരു താൽക്കാലിക പരിഹാരം സോളാർ ഫെൻസിങ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വനപാലകരുടെയും അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ സഹായത്തോടു കൂടി പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഇവിടെ ഫെൻസിങ് താൽക്കാലികമായിട്ടൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇനി ആനപ്പാറയിലെ നാട്ടുകാർക്ക് ആനപ്പേടി ഇല്ലാതെ ഓരോ രാത്രിയും കഴിഞ്ഞുകൂടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.